ഹണി റോസ് ഇപ്പോൾ സ്പോട്ടായി തത്സമയം ചേരുന്നുണ്ട്. ഹണി റോസ്, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം മാത്രമാണ് താങ്കൾ നടത്തുന്നത്. അതിനെതിരെ പക്ഷേ സൈബറിടത്ത് വലിയ രീതിയിൽ അധിക്ഷേപത്തിന് ഇരകളാവുന്നുണ്ട്. താങ്കളുടെ ആ ഒരു ധീരമായ തീരുമാനത്തെ ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്ന ആ തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ്. അതായത് ഇതുപോലുള്ള അധിക്ഷേപങ്ങളെ ഇത്രയും നാളും തമാശയായി കണ്ടു, പക്ഷെ ഇനി അതില്ല, ധീരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണോ താങ്കളുടെ ഒരു പ്രഖ്യാപനം? സർ, ഒരിക്കലും അതിനെ തമാശയായി കണ്ടിട്ടില്ല, ഒരിക്കലും തമാശയായിട്ട് കണ്ടിട്ടില്ല, ഒരിക്കലും കാണുകയില്ല. ഞാൻ എപ്പോഴും അതിനെതിരെ എൻ്റെ അടുത്ത് കമന്റ്സ് വരുമ്പം അല്ലെ നിങ്ങളുടെ ചാനലിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അതിനെതിരെ. പക്ഷെ നമ്മളൊരു വലിയൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഒരു പ്രശ്നത്തിലേക്ക്, ഒരു ഇഷ്യൂയിലേക്ക് പോകാൻ ഒരിക്കലും താല്പര്യം പേഴ്സണലി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ ഈ ഒരു വിഷയത്തിലേക്ക് ഭയങ്കരമായി ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ടതാണ്. അപ്പം അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ എന്താ പറയാ, ഞാൻ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കുമെന്ന് എനിക്കും എന്റെ ഫാമിലിക്കും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ നിയമ നടപടിയായിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു ഡിസിഷൻ എടുത്തത്. ഹലോ, ഒരു കാര്യം അറിയേണ്ടത്, താങ്കൾ ഫേസ്ബുക്കിൽ പേര് പരാമർശിക്കാതെ ഒരു പ്രമുഖ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഒരു പ്രമുഖ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു, താങ്കളെ ദ്വയാർത്ഥ പ്രകാരം പല രീതിയിൽ അധിക്ഷേപിക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തിനെതിരെയും നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയും ഇനി എന്തെങ്കിലും ഒരു രീതിയിലുള്ള, അതായത് ബോബി ചെമ്മണ്ണൂരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് പേര് മെൻഷൻ ചെയ്യാൻ ഇപ്പോഴും താല്പര്യമില്ല. അങ്ങനെ ആ വ്യക്തി ഏതെങ്കിലും രീതിയിൽ എനിക്കെതിരെ രണ്ടു തവണ ഈ സമീപകാലത്ത് തന്നെ രണ്ടു തവണ സമീപകാലത്ത് താങ്കളെ അധിക്ഷേപിച്ചു പല സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഉദ്ഘാടന വേദിയിൽ താങ്കളുടെ മുന്നിൽ വെച്ച് തന്നെ. ശരി. അപ്പൊ ഇനി ഉണ്ടായാൽ, അതായത് ഇതിന് മുൻപുണ്ടായ അധിക്ഷേപത്തിനെതിരെ പരാതി നൽകുന്നുണ്ടോ, അതോ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ പരാതി നൽകുമെന്നാണോ വ്യക്തമാക്കുന്നത്? ഭാഗത്തു നിന്നും ഇനി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മളിത് ഇങ്ങനെ ഒരു മൂവ്മെന്റ് എടുത്തത് തന്നെ നമ്മൾ പല ലോയേഴ്സിന്റെ അടുത്തും ഒക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം അവിടേക്ക് അഡ്വൈസ് എടുത്തിട്ട് തന്നെയായിരിക്കും ഇനി മുമ്പോട്ടുള്ള എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് കേസ് ഫയൽ ചെയ്ത് തന്നെ മുമ്പോട്ട് പോകും. ഇനി ഇതുപോലെ കമന്റുകൾ ഇടുന്നവർക്കെതിരെയും ഇപ്പൊ നിലവിൽ എത്ര പേർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്? 27 പേർക്കെതിരെയാണ് ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നത്. എത്ര പേർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്? പോലീസിന്റെ കണക്കിൽ എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ പരാതികൾ പോലീസ്. ഇതിനൊരു നമുക്കൊരു ഇത്രയും പേരെന്നുള്ള ഒരു കണക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് എനിക്ക് മാത്രം എതിരെ വരുന്ന ഒരു കാര്യവുമല്ല. കാരണം കമന്റ് നമ്മൾ വീട്ടിലിരുന്ന് ഒളിഞ്ഞ് അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ ഇരുന്ന് ഒളിഞ്ഞ് തിരിഞ്ഞും ഇടുന്ന ആളുകൾ ഡെഫിനറ്റ്ലി അതൊരു ക്രൈം ആണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ ഒരു അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ മോശം അബ്യൂസീവ് ആയിട്ടുള്ള ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടും. നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ. പലരും താങ്കളുടെ ഒരു തീരുമാനത്തെ തീർച്ചയായും അഭിനന്ദിക്കുകയാണ്. കാരണം പല ചലച്ചിത്ര താരങ്ങൾക്കെതിരെയും ഇതുപോലെ സൈബറിടത്ത് അധിക്ഷേപം ഉണ്ടാകാറുണ്ട്. പലരും ഇത് പുച്ഛത്തോടെ അവഗണിക്കുന്നു എന്നൊക്കെ പറയും. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും കണ്ടു, ആദ്യമൊക്കെ ഇത് പുച്ഛത്തോടെ അവഗണിച്ചു. പക്ഷെ ഇത് കാര്യം ഏറെ മാനസികമായ ബുദ്ധിമുട്ട് താങ്കൾക്കുണ്ടാക്കുന്നുണ്ട്, കുടുംബാംഗങ്ങൾക്കുണ്ടാക്കുന്നുണ്ട്. പല നടിമാർക്കും ഇതുപോലുള്ള വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതുപോലുള്ള ഒരു സന്ദേശം നൽകുകയാണ്, ഇതുപോലെ സൈബറിടത്ത് അധിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? 100% തീർച്ചയായിട്ടും. ഈ കുടുംബത്തിന്റെ ഇതുപോലുള്ള സൈബർ അധിക്ഷേപമൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ള മാതാപിതാക്കളുടെ ഒക്കെ ഒരു മാനസികാവസ്ഥ എന്താണ്? അവർക്കൊക്കെ വേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടല്ലേ? എല്ലാവർക്കും തീർച്ചയായിട്ടും. എനിക്കും എന്റെ പാരന്റ്സിനും നമ്മുടെ റിലേറ്റീവ്സിനും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും എല്ലാം ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇത് ഒരാളെ അല്ലല്ലോ അഫക്ട് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു വാക്ക് നമ്മൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഇട്ടുകൊടുക്കുകയാണ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന മാനസിക വൈകല്യമുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഏത് രീതിയിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിന്റെ താഴെ എല്ലാം വന്ന് ഇതിങ്ങനെയുള്ള കമന്റുകൾ, അനാവശ്യ കമന്റുകൾ ഇടുന്നു. അത് ശരീരത്തെ പറ്റി സംസാരിക്കുന്നു, അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ് ഉള്ള കമന്റ്സുകൾ വരുന്നു. ഇതെല്ലാം ആളുകൾ കാണുകയാണ്, അതിനെ ഗ്ലോറിഫൈ ചെയ്യാണ് പല ആളുകളും ഇരുന്നിട്ട്. അതങ്ങനെ ചെയ്യാം, ഒരു സ്ത്രീക്കെതിരെ അങ്ങനെ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ, അതൊരു ക്രൈം അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട്. അതിനെന്തായാലും തീർച്ചയായിട്ടും ഒരു മാറ്റം വരേണ്ടതാണ്.
അപ്പൊ ഇതിനു മുൻപും ഹണിറോസിനെതിരെ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നൊക്കെ എന്തുകൊണ്ടാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കാതിരുന്നത്? ഞാനിപ്പോ ഒരു 2-3 വർഷമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലതവണയും നമ്മൾ കംപ്ലൈന്റുകൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം എന്നുള്ള ഒരു ഡിസിഷനിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വനിതാ കമ്മീഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പല തോട്ട്സും നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ പോവാൻ തയ്യാറെടുത്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പിന്നെയും നമ്മൾ കരുതും ഒരു അനാവശ്യമായിട്ടല്ല, ആവശ്യമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷെ നമ്മളൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മാറി നിന്നുകൊണ്ടിരുന്നത്. വേണ്ട, നമുക്ക് നോക്കാം, കാരണം ഇതെങ്ങനെ വരുമെന്ന് നോക്കാം, അല്ലെ എത്ര പേർക്കെതിരെ നമുക്ക് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ എന്താ പറയാ, ഇതിനൊരു അവസാനമില്ലാത്തൊരു രീതിയിലായിരുന്നു ഇത് പൊയ്ക്കൊണ്ടിരുന്നത്. പോയി എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ പർട്ടിക്കുലർ വ്യക്തി, ഞാൻ പറഞ്ഞ വ്യക്തി തന്നെ ഇത് പല പ്ലാറ്റ്ഫോമിലും ഇദ്ദേഹം ആവർത്തിക്കുകയാണ്, നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ട്. ഞാൻ ആ വ്യക്തിയുമായിട്ട് എനിക്കിനി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ട് പോലും പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു എല്ലാ ലിമിറ്റ്സും കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടും നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ടും മുമ്പോട്ട് വന്നത്. അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപിക്കുന്ന ആ പ്രമുഖ വ്യക്തിയുമായി ഇനി യാതൊരു വേദിയും പങ്കിടില്ല എന്ന് തന്നെയാണോ സൂചിപ്പിക്കുന്നത്? സാർ, ഈ ഒരു ഡിസിഷൻ ഞാൻ നേരത്തെ എടുത്തിരുന്നു. അത് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്ന് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത്, ഒരു മോശം പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന സമയത്ത് തന്നെ ഞാൻ വീട്ടിൽ വന്ന് എന്റെ പേരൻസുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുകയും നമ്മളെ ഈ ഒരു ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മാനേജേഴ്സ് ഉണ്ട്, അവർ വ്യക്തമായിട്ട് വിളിച്ച് പറയുകയും ചെയ്തു. ഭയങ്കര മോശമാണ്, സംസാരിച്ച രീതി ഭയങ്കര മോശമായി പോയി, മോശം ട്രീറ്റ്മെന്റ് ആയിരുന്നു, അത് വ്യക്തമായി പറയണം. എനിക്കിനി വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ, ഈ ബ്രാൻഡുമായിട്ട് സഹകരിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് നമ്മൾ ആ സമയം തന്നെ ഡിസിഷൻ എടുക്കുകയും പറയുകയും ചെയ്തതാണ് അതിനെപ്പറ്റി. വളരെയധികം നന്ദി. താങ്കൾക്ക് എല്ലാവിധ പിന്തുണയുമുണ്ട്. കാരണം ഒരു സ്ത്രീയെയും ഒരു യുവതികളെയും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കപ്പെടാൻ പാടില്ല. താങ്കൾ നിയമപരമായി മുന്നോട്ട് പോവുക, പോലീസിൽ നിന്നും നീതി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഹണിറോസ് ആണ് ന്യൂസ് 18 ഇപ്പോൾ തത്സമയം പ്രതികരിച്ചത്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. ഓക്കെ, താങ്ക് യു.